കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു ഹോസ്റ്റലിൽ ഒരേ മുറിയിൽ 2 വിദ്യാർത്ഥികളുടെ ആത്മഹത്യ എന്ന വാർത്ത പുറത്തു വന്നത്. ഒരാൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും ഒരാൾ +2 വിദ്യാർത്ഥിയും. ഇരുവരും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇരുവരും പഠിക്കാൻ മിടുക്കരായിരുന്നു. സ്പോർട്സിലും മിടുക്ക് തന്നെയായിരുന്നു. അവർ മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെയും അവർ സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ പെരുമാറിയവരുമാണ്. പിന്നെ മണിക്കൂറുകൾക്കുള്ളിൽ എന്താണ് സംഭവിച്ചത്? അവരെ കൂട്ടാതെ പോയ വിദ്യാർത്ഥികൾ തിരികെ എത്തി കണ്ടത് മുറിയിൽ തൂങ്ങി നിൽക്കുന്ന ഇരുവരെയുമാണ്. അതിൻ്റെ ഷോക്കിൽ നിന്ന് ഇതുവരെ മറ്റ് സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും ഭേദപ്പെട്ടു വന്നിട്ടില്ല. അവർക്കെല്ലാവർക്കും താങ്ങാനാവുന്നതിലും അപ്പുറം വേദനയാണത് കൊടുത്തത്. പഠനത്തിൽ മിടുക്കരായിരുന്നു. എന്നും ചിരിച്ചു മുഖത്തോടെ മാത്രം കണ്ടിരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ വേർപാട് ശരിക്കും താങ്ങാനാകാത്ത അവസ്ഥയിലാണ് കൊല്ലം സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഹോസ്റ്റലിൽ മറ്റ് കായിക താരങ്ങളും ഇപ്പോഴുള്ളത്. കല്ലുവാതിക്കലിൽ ബുധനാഴ്ച നടന്ന കബഡി മത്സരത്തിൽ വിജയിച്ചതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു ഹോസ്റ്റലിലെ കുട്ടികൾ. എന്നാൽ വ്യാഴാഴ്ച ഇവിടം കണ്ണീർ കടലായി മാറി. ബുധൻ രാത്രി വരെ തങ്ങളോട് സംസാരിച്ചവരെ നഷ്ടപ്പെട്ട കൂട്ടുകാരുടെ വേദന കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണുകൾ ഈറണിഞ്ഞു. വ്യാഴം പുലർച്ചെയാണ് സായിയുടെ ഹോസ്റ്റലിൽ തിരുവനന്തപുരം ചെമ്പൂർ മുതാക്കൽ ഇളമ്പത്തടം വിഷ്ണു ഭവനിൽ വൈഷ്ണവി, കോഴിക്കോട് ചാലിയം പെരുമ്പള്ളി ഹൗസിൽ സാന്ദ്ര എന്നിവരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. വൈഷ്ണവിക്ക് 15 വയസ്സും സാൻഡ്രയ്ക്ക് 18 വയസ്സുമായിരുന്നു. ഇരുവരും ഹോസ്റ്റലിലെ വ്യത്യസ്ത മുറികളിലാണ് താമസിക്കുന്നതെങ്കിലും ബുധൻ രാത്രി വൈഷ്ണവി സാന്ദ്രയുടെ മുറിയിലായിരുന്നു കിടന്നത്. രാവിലെ പരിശീലനത്തിന് സമയമായിട്ടും ഇരുവരും കാണാതായതോടെ ഹോസ്റ്റൽ അധികൃതർ ബലം പ്രയോഗിച്ചു വാതിൽ തുറന്നപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സീലിംഗ് ഫാനുകൾ പുതപ്പ് ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു. ഇരുവരുടെയും പോക്കറ്റുകൾക്കുള്ളിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പുണ്ട്. കൊല്ലം SN ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വൈഷ്ണവി. ഇതേ സ്കൂളിലെ തന്നെ +2 വിദ്യാർത്ഥിയാണ് സാൻഡ്ര. സാൻഡ്ര സ്പിൻസ് താരവും വൈഷ്ണവി കബഡി താരവുമാണ്. വേണുവാണ് വൈഷ്ണവിയുടെ അച്ഛൻ. അമ്മയുടെ പേര് അനീഷ്, സഹോദരൻ വിഷ്ണു, സാൻഡ്രയുടെ അച്ഛൻ രവി, അമ്മ സിന്ധു. വൈഷ്ണവിയുടെ ബന്ധുക്കൾ രാവിലെ തന്നെ സായിയിലെത്തിയിരുന്നു. ഇവരെ ആശ്വസിപ്പിക്കാൻ പോലും കരുത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു മറ്റുള്ളവർ. പുലർച്ചെ വാർത്ത പുറത്തു വന്നതോടെ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ സായിയുടെ ഹോസ്റ്റലിൽ നിന്ന് ജനക്കൂട്ടം നിറഞ്ഞു. വിവരമറിഞ്ഞെത്തിയവരെ ഉള്ളിലേക്ക് കടത്തിവിടാതെ തർക്കത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഹോസ്റ്റലിൽ സംഭവിച്ചത് എന്നറിയില്ല. പഠിക്കാൻ മിടുക്കരായ എല്ലാവരോടും വളരെ നന്നായി പെരുമാറുന്ന 2 പെൺകുട്ടികൾ. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ അറിയണ്ടേ? ഞങ്ങൾക്കും അത് അറിയാനുള്ള അവകാശമില്ലേ എന്ന് പറയുന്നു. ഹോസ്റ്റൽ മാനേജർ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടുകൾ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചെന്നും പറയുന്നുണ്ട്. പുലർച്ചെ വാർത്ത വന്നവരാണ് ഇതേക്കുറിച്ച് പറയുന്നത്. സായി മുൻപും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും പറയുന്നു. ഇത്തരത്തിൽ മാനേജ്മെന്റിന്റെ പീഡനം കാരണമാണ് സായിയിൽ മുൻപും ആളുകളൊക്കെ ഇത്തരത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് ആരോപിച്ച് ഒളിമ്പ്യൻ അനിൽകുമാർ അടക്കമുള്ളവർ രംഗത്തെത്തി. സംഭവം അറിഞ്ഞു തന്നെ നിരവധി പേരെത്തിയിരുന്നു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വനിതാ ഹോസ്റ്റലിൽ 2 കുട്ടികൾ തൂങ്ങി മരിച്ച സംഭവത്തിൽ വിശദ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.